കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടുന്ന സ്ഥലമാണ്. ഇത് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. അതുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു രുചിയാണ്. നമസ്കാരം. 250 കിലോ ബീഫാണ് അടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 250 കിലോ ബീഫ് എന്ന് പറയുന്നത് വിറകടുപ്പിലാണ് ഇരിക്കുന്നത്. ഇത് 1-2 മണിക്കൂറിന്റെ പ്രിപ്പറേഷൻ അല്ല. 7 മണിക്ക് കയറുന്ന ഈ ബീഫ് നമുക്ക് ഏകദേശം 10:30 ആകുമ്പോഴത്തേനാണ് റെഡി ആവുക. അത് കഴിഞ്ഞ് 11 മണി മുതൽ ഇവിടെ ഈ ബീഫ് കറി നമുക്ക് വിളമ്പി കൊടുക്കുന്നതാണ്. അസീസിക്കയാണ് പാചകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ വന്ന് ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തതാണ്. അന്ന് പാചകത്തിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു. 11 മണി ഫുഡ് റെഡി ആയിരുന്നു. നമ്മൾ ഇരുന്ന് കഴിച്ചിട്ട് പോകുമായിരുന്നു ചെയ്ത്. പക്ഷേ ഇവിടെ നെയ്ച്ചോറും പള്ളിക്കറി, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടുന്ന സ്ഥലമാണ്. പള്ളിക്കറിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കാസർഗോഡാണ്. കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാസർഗോഡ് ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലിയിലെത്താം. കൊല്ലിയിൽ നമുക്ക് ഈ പള്ളിക്കറി ആസ്വദിച്ച് കഴിക്കാം. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ വേണേൽ കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നെയ്പ്പത്തലും ഇല്ല ഇപ്പം വൈകുന്നേരം നീർദോശ ഇതെല്ലാം വൈകുന്നേരം. രാവിലെ ഇപ്പോ നെയ്ച്ചോറും പിന്നെ പത്തിരി ഉണ്ടാവും ഇതിന്റെ കൂടെ. കൈപ്പത്തിരി ഉണ്ടാവും. ഇതിനകത്ത് നമ്മളിവിടെ വന്ന സമയത്ത് സവോള ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു. ഇപ്പൊ 2.5 ക്വിന്റൽ എന്നാണ് പറഞ്ഞത്. 2.5 ക്വിന്റൽ ബീഫ്. ഇത് കൂടാതെ ഇനി നമ്മൾ ചെയ്യും 3 മണി 4 മണിയാകുമ്പോൾ കഴിയും. അത് ഉച്ച കഴിഞ്ഞത്തേക്കുള്ളതാണ്. ഇവിടെ റെസ്റ്റോറന്റ് തുറക്കുന്നത് 11 മണിക്കാണ്. അത് എത്ര മണി വരെ ഉണ്ടാവും? 9:30 മണി നമ്മളെ സമയം. രാത്രി ബീഫ് മുമ്പ് കഴിഞ്ഞാൽ മുമ്പ് തരും. ഇതിനകത്ത് നിന്നിട്ട് ആ സവോളയും തക്കാളി അല്ലാതെ വേറെ എന്താ ആദ്യം ചേർത്തെ? പിന്നെ വെളുത്തുള്ളി അത് ചതച്ചിട്ട് പിന്നീട് ചേർത്ത്. അപ്പൊ സവോളയും തക്കാളി ആദ്യം ഒന്ന് വെന്തതിന് ശേഷം ഈ ബീഫ് വരും. ബീഫ് അതിനകത്തിടും. ബീഫ് ഇട്ടതിന് ശേഷം അതിന്റെ പുറത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ചത് ചേർക്കും. മഞ്ഞപ്പൊടി ചേർക്കും. ഉപ്പ് ചേർക്കും. കല്ലുപ്പ് ചേർക്കും. ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത്. അത് ഇരുന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അല്ലേ? ഇനിയിപ്പോ ഇതിനകത്ത് എന്താ ചേരാനുള്ളത്? പിന്നെ മുളക്, മല്ലി, പിന്നെ ബീഫ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല, പിന്നെ തേങ്ങാപ്പീര അവിടെ അത് വിടും. തേങ്ങാപ്പീര അതൊന്ന് ചുട്ടിട്ടാണ്. തേങ്ങാപ്പീര ചുട്ടിട്ട് അതിന്റെ പുറത്തുകൂടി ഇനി ചേരാനുണ്ട്. അപ്പൊ മണിക്കൂറുകൾ ഇരുന്ന് വേണ്ടാണ്. ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് ഞാൻ വെന്ത് 10 മണിയാവും ഇത് റെഡി ആകുമ്പോഴത്തേന്. പക്ഷെ 11 ആകുമ്പോഴാണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആകുന്നത്. നമുക്ക് അന്നേരം ഇരുന്ന് കഴിക്കാം. പക്ഷേ ഈ വേകുന്ന കാഴ്ചകളും ഇനിയുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഞാൻ ഓൾറെഡി കരയാൻ തുടങ്ങി. കാരണം ഇവിടുന്ന് പുകയടിച്ച് ആവി അടിച്ച് നമ്മൾ കരയുകയും വിയർക്കുകയും എല്ലാം ചെയ്യും. വിയർക്കുന്ന പോട്ടെ, കുഴപ്പമില്ല. കരഞ്ഞ് കണ്ണൊക്കെ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. അധ്വാനമുണ്ട് ഇതിന്, നല്ല അധ്വാനമാണ് ഇതിൻ്റെ പുറകിൽ. പള്ളിക്കറി എന്ന് പറയുന്നത് പണ്ടും ഇപ്പോഴും ഒക്കെ മസ്ജിദുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉറൂസിനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനോ ഒക്കെ ആയിട്ട് കാസർഗോഡ് രീതിയിൽ എല്ലാ പള്ളിയിലും ഉണ്ടാകുന്നതാണ്. ആ രീതിയിൽ ചെയ്യുന്നതാണ്. നമുക്കും അത് ആസ്വദിച്ച് കഴിക്കാനായിട്ടൊരു അവസരമാണ്. വന്ന് കഴിക്കാവുന്നതാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് കാണാം. അപ്പുറത്ത് ബീഫ് ഇങ്ങനെ പതുക്കെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പുറത്ത് നെയ്ച്ചോറ് അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിന് അരി അടുപ്പത്ത് കയറിയിട്ടുണ്ട്. വെള്ളം അപ്പുറത്ത് തിളപ്പിച്ചിട്ട് വെള്ളം ഇതിനകത്താക്കി അതിനകത്ത് മസാലകൾ ഇട്ട് അതിനകത്ത് ക്യാരറ്റും ഒക്കെ ഇടുന്നുണ്ട് അല്ലേ? ക്യാരറ്റും സവോള ഒക്കെ ഇട്ടിട്ട് നാരങ്ങ ഒക്കെ ചേർത്ത് അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അതിനകത്ത് അരി ഇടുകയാണ്. ചെറിയ അരി അല്ലേ? കൈമേരി അല്ലേ? അതെ, തനിമയുടെ കൈമേരിയാണ് ചേർക്കുന്നത്. ഇത് എത്ര കിലോയാ? 50 കിലോ. ബീഫ് 250 കിലോ, ഇത് 50 കിലോ. അതെന്താ അങ്ങനെ? ഇതിപ്പോ 2-3 പ്രാവശ്യം വെക്കും. അല്ല തണിഞ്ഞിട്ട് പോകും. അല്ല തണുത്ത് പോകും. അത് മാത്രമല്ല, ഇനിയിപ്പോ നെയ്പ്പത്തലിലൂടെ കഴിക്കുന്നവരുണ്ടല്ലേ? ബീഫ് നെയ്പ്പത്തലുണ്ട്, ദോശയുണ്ട് എല്ലാം 3 കൊണ്ട ശേഷം. നീർദോശയാണോ? നീർദോശയുടെ കൂടെ ഒക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചു പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതിനകത്ത് നെയ്യും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എത്ര നേരം ഇരിക്കുക? ഇതിപ്പോ 5 മിനിറ്റ്.
മൊത്തം വിറകടുപ്പാണ് കേട്ടോ, എല്ലാം വിറകടുപ്പ് തന്നെയാണ്. അപ്പുറത്ത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല ആവുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ തേങ്ങാപ്പീരയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് ബീഫ് പള്ളിക്കറിക്കകത്ത് പോകാനുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് വെള്ളം ചൂടാക്കാനായിട്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ള വെള്ളമുണ്ട്. അതെല്ലാം കൂടെ കൂടി അതപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. ഈ പള്ളിക്കറി എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ഉള്ളവർ മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരത്തു നിന്നാണെങ്കിലും മംഗലാപുരത്തു നിന്നാണെങ്കിലും ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. അതുകൂടാതെ പാഴ്സലായിട്ട് ദുബൈയിലൊക്കെ പോകുന്നുണ്ട്. പാഴ്സലായിട്ട് ദുബൈയിൽ പോകുന്നുണ്ട്. അപ്പം നൗഷാദ് ഭായി ആണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നൗഷാദ് ഭായി പറയായിരുന്നു, ചിലപ്പോൾ ഫ്രണ്ട്സ് പറയും ഒരു 4 കിലോ പള്ളിക്കറി പാഴ്സലാക്കി കൊണ്ടുവിടുക. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ടൊക്കെ അങ്ങനെ പോകാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നൗഷാദ് ഭായി ആണ് നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ. നൗഷാദ് ഭായിയും ഞാനും ജാഫറും അഭിലാഷും കൂടെ ആവുന്നെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഓർക്കുന്നില്ല. ഏതായാലും പ്രിപ്പറേഷൻ നടക്കുന്നു, പള്ളിക്കറിയുടെ പ്രിപ്പറേഷൻ നടക്കുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയെ കാണാം. ഇപ്പം സമയം ഏകദേശം 10 കഴിഞ്ഞിട്ടുണ്ട്. സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല അവിടെ തൂക്കി, മസാല എന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇറച്ചി മസാലപ്പൊടി, ഇതെല്ലാം തൂക്കി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ചില 1 കിലോ ആണ്, ചില അതിൽ കൂടുതലാണ്. ഈവൻ മുളക് പൊടിയാണെങ്കിലും കാശ്മീരി ചില്ലി ഉണ്ട്, എരിവുള്ള മുളക് പൊടിയുണ്ട്, നമ്മുടെ നാടൻ മുളക് പൊടി. ഇതെല്ലാം തൂക്കിയിട്ട് കുരുമുളക് പൊടിയുണ്ട്, ഇതെല്ലാം തൂക്കിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങ വറുത്തത് പറഞ്ഞിരുന്നല്ലോ, ആ തേങ്ങ വറുത്തത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് മല്ലിച്ചപ്പാണ്, മല്ലിയിലയും കൂടെ പുറത്തുവിട്ടിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇപ്പം ഏകദേശം റെഡിയായി അല്ലേ? റെഡിയായി. ഇനിയിപ്പം ഒരു 10 മിനിറ്റോടെ ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇത് ഇവിടുന്ന് മാറ്റും. പിന്നെ വിളമ്പി ആൾക്കാർ വരും, എല്ലാം മാറ്റി എല്ലാം റെഡിയാക്കും. അതുപോലെ തന്നെ നെയ്ച്ചോറ് അപ്പുറത്ത് അടുപ്പത്തിരുന്ന് വെന്തിട്ടുണ്ട്. അത് പിന്നെ ദമ്മാക്കി നിലത്ത് ഇറക്കി വെച്ചിട്ട് ദമ്മാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പൊറോട്ടയൊക്കെ അടിക്കാൻ തുടങ്ങും അല്ലേ? പൊറോട്ടയൊക്കെ അടിക്കാനായിട്ട് തുടങ്ങും. അത് കഴിയുമ്പോൾ നമുക്കും ഫുഡ് കഴിക്കാനായിരിക്കാം. നമ്മൾ ഇനിയിപ്പം ഇവിടെ നിൽക്കുന്നില്ല, ഇനി ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അന്നേരം ബാക്കി അതിൻ്റെ രുചിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ട്. ഇപ്പോഴത്തെ അടിച്ച് ചുട്ട് നല്ല ചൂട് പൊറോട്ട നന്നായിട്ട് അടിച്ചെടുത്താണ്. നല്ല മൊരാന്നും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ അല്ലേ, നൂൽ പൊറോട്ട ടൈപ്പ്. പക്ഷെ നൂൽ പൊറോട്ട അല്ല, നൂൽ പൊറോട്ട ടൈപ്പ് അതുപോലെ പഞ്ഞി പോലത്തെ പൊറോട്ട. അത് കൂടാതെ പള്ളിക്കറിയുണ്ട്. പള്ളിക്കറിയാണല്ലോ ഇവിടുത്തെ ഹൈലൈറ്റ്. നെയ്ച്ചോറ് വേണമെങ്കിൽ നെയ്ച്ചോറുണ്ട്. ഇത് ചിക്കൻ സുക്കയാണ്. പരിപ്പ് കറി അത് നെയ്ച്ചോറിൻ്റെ കൂടെ പോകാനുള്ളതാണ്. പരിപ്പ് കറി എന്ന് പറയുന്നത് അതിനകത്ത് കുറേ പച്ചക്കറികളെല്ലാം കൂടി ഇട്ടതാണ് കേട്ടോ. അതിനകത്ത് കായം ചേർന്നിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ കായവും ആ സാമ്പാറിൻ്റെ മസാല ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സാമ്പാറിന് വേണേൽ പറയാവുന്ന ടൈപ്പ്. പിന്നെ നല്ല ചിക്കൻ പൊരിച്ചത്, നല്ല മൊരിഞ്ഞ ചിക്കൻ പൊരിച്ചതുണ്ട്. ഇതേ കാല് തന്നെ എടുത്ത് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മേശപ്പുറത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ പൊറോട്ട എടുത്തു. പൊറോട്ടയും പള്ളിക്കറിയും കൂടെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നെയ്ച്ചോറിലേക്ക് വരാം. അങ്ങനെ നമുക്ക് പള്ളിക്കറിയിലെ ബീഫിന്റെ കഷ്ണങ്ങൾ ഓരോന്നൊന്നും എടുത്തു നോക്കാവേ. ശ്രദ്ധിച്ചായിരുന്നോ? കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണം. അതെ, സാധാരണ കറിയേക്കാളിലും വലിയ കഷ്ണങ്ങളാണ്. സാധാരണ കറി പീസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറുതാണ്, ഇത് ഇച്ചിരി വലുതാണ്. ഇച്ചിരി കൂടി വലുതാണ്. എന്നാൽ ചാപ്സിന്റെ കഷ്ണം പോലല്ല, എന്നാൽ ഇച്ചിരി വലുതാണ്. അതേപോലെ തന്നെ ഇതങ്ങ് വെന്തലിഞ്ഞു പോകുന്ന ടൈപ്പ് ബീഫ് എന്ന് പറയാൻ പറ്റും. നമുക്കൊന്ന് ചെറുതായിട്ട് ചവയ്ക്കണം, ഒന്ന് ച്യൂ ചെയ്യേണ്ട ടൈപ്പ് ബീഫിന്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് പൊറോട്ട അങ്ങോട്ട് മുറിച്ചിട്ട് അതും ബീഫിൻ്റെ കഷ്ണം കൂടെ കൂട്ടി അങ്ങോട്ട് പിടിക്കാം. അതിനകത്താണെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന മസാല. അത് ആ ഗ്രേവി എന്ന് പറഞ്ഞാൽ ലൂസ് ഗ്രേവി അല്ല, നല്ല പെരണ്ടിരിക്കുന്ന ഒരു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. കഴിച്ചു നോക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നതാണ് ഇവിടെ. ഞാൻ രാവിലെ സാധാരണ വരും, ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് ശരിക്കും ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. പക്ഷേ പൊറോട്ടയുടെ കൂടെയും അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം ചാറും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ സൂപ്പറാണ്. അതെ, നമ്മളങ്ങനെ ബീഫ് പള്ളിക്കറിയൊക്കെ ഇങ്ങനെ കഴിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേന് കട്ടൻ ചായയും കൊണ്ടുവച്ചിട്ടുണ്ട്. അത്ര കുറഞ്ഞൊരു പ്രിപ്പറേഷനല്ല കേട്ടോ, ഒരുമാതിരി എരിവുണ്ട്. അപ്പം
എരിവ് അങ്ങോട്ട് നാക്കിലായി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഇങ്ങനെ എടുത്ത് ഓരോന്നും ഇങ്ങനെ കുടിക്കാം. സ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതല്ല, എരിവ് കൂടുതലായതുകൊണ്ട് വിയർക്കുന്നുണ്ട്. വിയർക്കും. കട്ടൻ ചായ കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വരും. നല്ല ചൂട് കട്ടൻ ചായ കൂടെ ആണെങ്കിൽ വിയർക്കുകയും ചെയ്യും. ആ എരിവ് ഒന്ന് നാക്കിലൊന്ന് ത്രസിച്ച് നിൽക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ബീഫിൻ്റെ പല പ്രിപ്പറേഷൻസ് കഴിച്ചിട്ടുണ്ടാവും. പള്ളിക്കറി എന്ന് പറയുന്നത് ഈ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു ഫേമസ് പ്രിപ്പറേഷനാണ്. അതിൻ്റെ പ്രിപ്പറേഷനിൽ നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് വന്ന് ഇന്നാണെങ്കിലും ആരോ വന്ദേ ഭാരതിന് വന്ന് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് ഫുഡ് എറണാകുളത്ത് നേരത്തെ കഴിച്ചവരാണ്. എറണാകുളത്തു നിന്ന് വന്ദേ ഭാരതിന് ഇവിടെ വന്ന് കഴിക്കാനായിട്ട് ഓർഡർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചത് നല്ല കാലുകൾ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അത് നല്ല മൊരിഞ്ഞത് ഇന്നെടുത്ത് ഒരു കാല് നൗഷാദ് പിടിച്ചു, വേറൊരു കാല് ഞാൻ പിടിച്ചു. ഇപ്പോൾ 2 കാല്. ഒരു കോഴിയുടെ തന്നെ 2 കാലാവാം. സൈസ് വ്യത്യാസമുണ്ട്. പക്ഷേ സൈസ് വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി മുഴുത്ത കോഴിയാണ്. കഴിച്ചു വാങ്ങാം. ക്രിസ്പി, പുറത്തെ നല്ല ക്രിസ്പി, അല്ലേ? അകത്ത് നല്ല ജ്യൂസി. നിങ്ങൾക്ക് മൊത്തം ക്രിസ്പി ആക്കി അല്ലേ? അതെ, എനിക്കിതിനകം ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് പള്ളിക്കറി തന്നെയാണ്. പള്ളിക്കറി നെയ്ച്ചോറ്. പള്ളിക്കറി 550 രൂപയാണ് കിലോയ്ക്ക്. നെയ്ച്ചോറിന് 150 രൂപ. 150 രൂപ കിലോയ്ക്ക്. അതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് 400 ഗ്രാം നെയ്ച്ചോറും 100 ഗ്രാം പള്ളിക്കറിയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിനുള്ള പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ കഴിച്ച ഐറ്റംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവർക്ക് കാഞ്ഞങ്ങാട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. കാഞ്ഞങ്ങാട് അതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാഞ്ഞങ്ങാട് ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. അപ്പം ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കുന്നു. ഇനിയിപ്പം നെയ്ച്ചോറിലേക്ക് വരാം. അതാണ് കറക്റ്റ് കോമ്പിനേഷൻ. അതിലേക്ക് വരാം. പക്ഷേ ആദ്യം ചിക്കൻ പൊരിച്ചതും ഈ പള്ളിക്കറിയും പൊറോട്ടയും കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ നെയ്ച്ചോറിലേക്ക് വന്നു. നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ സുക്ക ഒരു സ്വല്പം സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ ബീഫ് പള്ളിക്കറി അതും നമ്മൾ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പരിപ്പ് കറി, ദാൽ, അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈസിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം ദാലും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മതി മിക്സ് ചെയ്ത് രുചി നോക്കാം അതിൻ്റെ എങ്ങനെയാണ്. അങ്ങനെ ദാലും നെയ്ച്ചോറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദാലിൻ്റെയും നെയ്ച്ചോറിൻ്റെയും കൂടെ നമുക്ക് ആ ബീഫ് പള്ളിക്കറിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ പിടിച്ചിരിക്കുന്ന ഗ്രേവി, ആ ബീഫിൻ്റെ മസാലക്കൂട്ടുകളും ആ കഷ്ണം കൂടെ ഞാനങ്ങ് പൊടിച്ച് അതിൻ്റെ കൂടെ കയറ്റി. എന്നിട്ട് ആ നെയ്ച്ചോറും ദാലും ബീഫിൻ്റെ കഷ്ണവും മസാലയും കൂടെ ഒന്നിച്ച് ഇങ്ങനെ അങ്ങ് പിടിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. അതുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു രുചിയാണ് അല്ലേ? അതെ. അതല്ലാണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിൽ ഈ പ്രാവശ്യം കഴിച്ചതിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ രുചിയുടെ കാര്യത്തിൽ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 3 വർഷം മുമ്പ് കൊണ്ടാണ് കഴിച്ചത്. ആ രുചി ഞാൻ മറന്നുപോയി. പക്ഷെ ഇതും നല്ല രുചിയാണ്. ഇത് തന്നെയാണ് കീപ്പ് ചെയ്യുന്നുള്ളത് ആണ് അല്ലേ? അതെ, രുചി വ്യത്യാസം വരാറ് തീരെ കുറവാണ്. ഇപ്പം മസാലക്കൂട്ടുകളെല്ലാം കണ്ടില്ലേ, നമ്മൾ ഇടുകയാണ്. അതെല്ലാം തൂക്കിയാണ്. ഇത്ര കിലോന് ഇത്ര അളവ് വെച്ചിട്ട് അവർ മസാലക്കൂട്ടുകൾ ഇടുന്നത്. അതെ. അപ്പം രുചി വ്യത്യാസം വരുന്നതിൽ ചാൻസ് 99% കുറവാണ്. പിന്നെ പെപ്പറിന്റെ രുചി നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം 1 കിലോ പെപ്പറാണ് ഇതിനകത്ത് ചേർന്നത്. വാങ്ങിയിട്ട് അതിനെ ഉണക്കി പൊടിക്കുക ചെയ്യുന്നത് അവർ തന്നെ പൊടിക്കുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും മംഗലാപുരത്തും അതേപോലെ ഉള്ള കടകളിൽ നിന്ന് ഈ മുളകായാലും കാശ്മീരി മുളകായ ചില്ലി ആയാലും വാങ്ങി അതിനെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ മസാലക്കൂട്ടുകൾ ചെയ്യുന്നതാണ്. ഇറച്ചി മസാല ഉണ്ട്. ഇറച്ചി മസാല ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടാണ്, ഇറച്ചി കൂട്ടാന്നാണ് പറഞ്ഞത്. പക്ഷേ രുചി എല്ലാം തന്നെ നല്ലതാണ് കേട്ടോ. നമ്മൾ ആസ്വദിക്കുന്ന ഒരു രുചിയാണ്. എന്നാൽ നിങ്ങളൊരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഒരു രുചിയല്ല കേട്ടോ. അതുമായിട്ടല്ല, നാടൻ രുചികളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നാടൻ പള്ളിക്കറി എന്ന് പറയുന്ന ആ രുചി തന്നെയാണ് നമുക്ക് കിട്ടുക. ഏതായാലും നമ്മൾ കേരളത്തിലെ
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദുബായ്ക്കെല്ലാം പള്ളിക്കറി. പോകുന്നവരാ. അതെ, ദുബൈക്കെല്ലാം പോകുന്നതാണ്. പള്ളിക്കറിയുടെ സ്പോട്ടിലാണ്, ഫുഡ് സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്ക് ബൈ. നൗഷാദ് ഭായി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചിക്കൻ സുക്ക. അത് പറയാൻ മറന്നു. ചിക്കൻ സുക്ക ഉണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ചിക്കൻ്റെ കഷ്ണവും മസാലയും കൂടെ നെയ്ച്ചോറിൽ തന്നെ മിക്സ് ചെയ്യാം അല്ലേ? മിക്സ് ചെയ്ത് അങ്ങോട്ട് പിടിച്ചു നോക്കാം. ഇതാ തിക്ക് ഗ്രേവി അതിനും. ഇതും നല്ലതാണ് കേട്ടോ. പള്ളിക്കറിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എന്തായാലും പള്ളിക്കറിയാണ്, പക്ഷെ ഇതും കൊള്ളാം. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് വെറൈറ്റീസും ഇല്ല, ഐറ്റംസ് കുറവാണ്. അതെ, പള്ളിക്കറി, ചിക്കൻ സുക്ക, ചിക്കൻ ഫ്രൈ, അത്രേ ഉള്ളൂ. പിന്നെ ആകെയുള്ളത് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി അതായിട്ടില്ല. അതെ, അതാവുന്നേ ഉള്ളൂ. അതെ. പിന്നെ വൈകുന്നേരം വരികയാണെന്നുണ്ടെങ്കിൽ നെയ്പ്പത്തൽ അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ പത്തൽ പത്തൽ കൈപ്പത്തൽ എന്ന് പറയും. കൈപ്പത്തൽ ഇച്ചിരി കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു അല്ലേ? അതെ.